മണിമുകിൽ ആടകൾ ആടി ഉലഞ്ഞൊരു മിന്നൽ, മിഴികളിൽ 1000 പരിഭവം ഒഴുകിയ മേട തിങ്കൾ ചന്തം വേളിപ്പൂവിൻ നാണം. അത് ഭയങ്കര രസമുള്ള സാധനമാണ്. കൈതപ്പുറം ഇതേപോലുള്ള സാധനങ്ങൾ ഭയങ്കര ഭംഗിയായിട്ട് എഴുതുന്ന ഒരാളാണ്. ഏറ്റവും വലിയ എനിക്കിഷ്ടം, എനിക്കൊരു ഗിരീഷേണൻ തന്നെ ഒരു പരിപാടിക്ക് പറഞ്ഞ ഗിരീഷേണന് നഷ്ടപ്പെട്ട വെച്ചാൽ ഒരു എഴുതാൻ പറ്റാത്തതിന് പോയൊരു പാട്ട് കൈതപ്പുറം സാർ എഴുതി. ശരിക്കും നമ്മുടെ ഒരു ക്രിയേഷൻ മറ്റൊരാൾ, ഞാൻ എഴുതേണ്ടതായിരുന്നു, പക്ഷെ ഞാൻ എഴുതുന്നതിനെക്കാട്ടിലും ഭംഗിയായി വേറൊരാൾ എഴുതിന്ന് തുറന്ന് സംഭവിച്ച പാട്ടാണ് പ്രണയമണി തൂവൽ പവിഴമഴ. കാര്യം അരികിൽ ഇരിക്കുമ്പോൾ പനിനീർ മഴ, അകലത്ത് നിന്നാൽ കണ്ണീർ മഴ. ശരിക്കും അതൊക്കെ അങ്ങനെയുള്ള വരികളൊക്കെ കൈതപ്പുറം മോഹം ഈ മഴ അവസാനം രാമഴ. അടുത്തിരിക്കുമ്പോ പനിനീർ മഴ, അത്രയും നമുക്ക് സന്തോഷമുള്ളതാണ്. അകലത്ത് നിന്നാൽ കണ്ണീർ മഴ. ഈ അന്ത്യപ്രാസം ആദ്യപ്രാസം നമ്മുടെ മലയാളം ലിറിക്സായിട്ട് പറയുന്നോണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ചിന്തിക്കാറുണ്ട്. കൈതപ്പുറം സാറിന് ഒരു കാലഘട്ടത്തിൽ കോമ്പറ്റ് ചെയ്ത് എഴുതിയിരുന്ന ആൾക്കാരാണ്. ഭയങ്കര ഏറ്റവും ഗോൾഡൻ ടൈം, നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പിന്നെയും കുറച്ചും കൂടെ ഇഷ്ടം ONV സാറ്. അതിലേക്ക് വരാം, കാരണം ഈ ഏരിയയിൽ കുറച്ച് ശബരീഷ് സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം. ഈ പാട്ട് വായിച്ചിട്ട് നമുക്ക് വരാം. പൊളി, കിടിലൻ സാധനമാണ് ഇത്. ഉള്ളിൽ ഇങ്ങനെ ലിറിക്സ് എല്ലാ സമയവും എല്ലാം ഒന്നും പറ്റില്ല. ഇപ്പൊ രഞ്ജിത പറയുമ്പോഴാണ് ഇത് ഓർക്കുന്നത്. പക്ഷെ നമുക്ക് ലിറിക്സ് കേൾക്കുന്ന വെച്ചാൽ ഇപ്പൊ എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് പറയാൻ പറഞ്ഞാൽ ചിലപ്പോൾ ലിറിക്സ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ വായിക്കുമ്പോൾ കുറെയൊക്കെ നമ്മുടെ മനസ്സിൽ. പക്ഷെ ശബരീഷ് വായിക്കുന്ന സമയത്ത് ഈ മിന്നലഴകെ ഒന്ന് നില്ല് എന്നുള്ളത് എന്റെ ഉള്ളിൽ അത് തന്നെ വരുന്നുണ്ടായിരുന്നു. അതെന്റെ ഉള്ളിലുണ്ട്. സനി സനി സദാ അങ്ങനെ പാടിയാലും ചിലപ്പോ ഫീല് കിട്ടണമെന്നില്ല. സനി 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 ഇതാണ് എന്റെ സ്വരം. പക്ഷെ മിന്നലഴകേ ആ വിളിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഒന്ന് നില്ല്, ഇപ്പൊ ഒന്ന് നില്ല് നമുക്ക് പല രീതിയിലും പറയാം. ഒന്ന് നില്ല് കാര്യമില്ല, ഒന്ന് നില്ല് ആ പറയുന്നതിന്റെ ഒരു ഭംഗിയുണ്ടല്ലോ. നമ്മളെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഉള്ളാരെ നമ്മൾ പ്രണയിക്കാന്ന്, അതുകൊണ്ട് ഇപ്പൊ എല്ലാം നമുക്ക് പ്രണയിച്ചിട്ട് വന്ന് നമ്മൾ വായിക്കുന്നത് നടക്കില്ല. പക്ഷെ ആ എന്താണോ നമുക്കത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഭക്തി, നമ്മളാരും ദൈവത്തെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ദാസേട്ടൻ ഇപ്പൊ ഒരു നേരമെങ്കിലും പാടിയാൽ നമുക്ക് ഭക്തി തോന്നുന്ന എല്ലാവരും പറയാറുണ്ട്. പക്ഷെ നമ്മൾ ദൈവത്തെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് ഒരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ അതേപോലെയാണ് നമ്മൾ പ്രണയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ലായിരിക്കാം. പക്ഷെ ആ ഫീൽ നമുക്കുള്ളിൽ മനസ്സിലാക്കാൻ പറ്റില്ല. കൂടുതലും ആ ഒരു ലിറിക്സും മ്യൂസിക്കും തമ്മിലുള്ള ഒരു അമാൽഗമേഷൻ ആണ് അതിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം. ശരിക്കും ജയചന്ദ്രൻ സാർ ഇത് പാടിക്കുമ്പോൾ നീ ഉച്ചരിച്ചിരിക്കുന്നത് ഇമിറ്റേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമല്ലോ. ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നടക്കാത്ത ഒരു സാധനമാണ്. നീ ഇന്നേ വരെ നടന്നിട്ടില്ല. നമുക്ക് ചുമ്മാ പാടാമല്ലോ, ചുമ്മാ പാടുമ്പോൾ പോലും നമ്മൾ ബാത്റൂം സിംഗിങ് നടത്തുമ്പോൾ പോലും നീ ഇങ്ങ് ഉച്ചരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് പി ജയേന്ദ്രൻ സാറിന്റെ ഇത് പറയും. ഈ അദ്ദേഹത്തിന്റെ ശരിക്കും മലയാളത്തില് ശരിക്കും പറഞ്ഞ ഇപ്പൊ വെലോസിറ്റി, മോഡുലേഷൻ പാട്ടുകാരെല്ലാം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു മോഡുലേഷൻ ആണ്. എനിക്ക് അദ്ദേഹത്തിന്റെ മോഡുലേഷൻ ശരിക്കും ഇതുവരെ ഇനിയിപ്പോ ഇനി മലയാളത്തിൽ ഇനി ആരും എനിക്ക് അറിയില്ല, വേറെ സിംഗേഴ്സ് ഇത്രയും ഭംഗിയായിട്ട് മോഡുലേഷൻ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയില്ല. എനിക്ക് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ മോഡുലേഷൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഓരോ വാക്കും
ഭയങ്കര അതെ, അതെ, motivation അതെ, അല്ലേ? അതെ. ശരിക്കും. അപ്പൊ നിൻമിഴിയാലും അപ്പൊ ഇത് നമുക്ക് എങ്ങനെ അല്ല, കാര്യമില്ല. അല്ല. ആ അതിൽ പ്രൊനൗൺസിയേഷനിൽ ആ. മാസ്മര മധുരം, അതിൽ മാസ്മരവും മധുരവും മധുരവും ഞാൻ നമ്മൾക്ക് മലയാള ഭാഷ പഠിക്കുന്ന ആൾക്കാരാണല്ലോ, പക്ഷെ മാസ്മരം മധുരം ഇങ്ങനെയാണ് പറയുന്നത്. പറയുന്നത് ആ ഭയങ്കര മോഡുലേഷൻ നമുക്ക് അസാധ്യ പഠിക്കാനുണ്ട്. സാധനമാണ്. ഇതിപ്പോ ഇൻസ്ട്രുമെന്റിസ്റ്റുകൾക്കും അത് പഠിക്കാനുണ്ട്. ഉം. ഇപ്പൊ ഈ സാധനം നമുക്ക് ഇതേ കാര്യം തന്നെ ആ ഫീൽ ഇല്ല. അത് അദ്ദേഹം പറയുന്ന ആ ഒരു മോഡുലേഷൻ ഉണ്ടല്ലോ, ഉം. അത് ശരിക്കും അതേപോലെ എടുക്കുകയാണെങ്കിൽ നിൻ പ്രണയത്തിൻ തമ്പുരുവായി നിനക്കായി മാത്രം തുറക്കാം ഞാൻ. തുറക്കാം ഞാൻ. ആ ഭയങ്കര ഫീൽ. അപ്പൊ ശരിക്കും ആ നിൻമിഴിയാലും അടുത്ത വരിയും അടുത്ത ഒരു മോഡുലേഷൻ ആണ്. അതെ. മധുപാത്രത്തിലെ നിൻമിഴിയാലും ആ മോഡുലേഷൻ എന്താ മോഡുലേഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ മോഡുലേഷനും നമ്മൾ ഒരുപാട് മനസ്സിലാക്കി പഠിക്കാനുണ്ട് ശരിക്കും. ഉം. ദാസേട്ടന്റെ വേറൊരു ഫീലാണ്, നമുക്ക് ഒരിക്കലും അത് പറഞ്ഞെത്തിക്കാൻ പറ്റില്ല. ഇദ്ദേഹത്തിന്റെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ നീ മണിമൂവിലാണെങ്കിലും നമ്മളിപ്പോ എല്ലാം കേന്ദ്ര സാറിനെ വായിച്ചത് അതെ, അതെ, അതെ. ജിൽജിലെല്ലാം അത് അത്രയും മോഡുലേഷൻ നമുക്ക് പഠിക്കാനുണ്ട് പാട്ടുകളിൽ. അതെ, ആ അതെ. ഇൻസ്ട്രുമെന്റിസ്റ്റുകൾക്കാണെങ്കിലും പാട്ടുകാർക്കാണെങ്കിലും നമ്മൾ ശരിക്കും ഈ പാട്ടുകൾ പിന്നെയും പിന്നെയും കേട്ടാലും ഇനിയും മിസ്സായേക്കണ ഒരുപാട് മോഡുലേഷൻ എനിക്കുണ്ട്. ഉം. ഓ ഇത് അപ്പൊ നമ്മൾ അടുത്ത പ്രാവശ്യം കേൾക്കുമ്പോഴാണ് ഓ ഇങ്ങനൊരു സാധനം പാടിയിട്ടുണ്ടല്ലേ. ശരിക്കും ഞാനിപ്പോ ഒരു പാട്ട് പഠിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് തവണ കേൾക്കാറുണ്ട്. ഞാൻ മാക്സിമം ഞാൻ ഇരുന്ന് കേൾക്കാൻ നോക്കാറുണ്ട്. പക്ഷെ ഇനിയും കേൾക്കുമ്പോഴാണ് പിന്നെയും നമ്മൾ കുറെ കാര്യങ്ങൾ ഓ ഇതിൽ ഇനിയും ഞാൻ മിസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് കിട്ടിയതെല്ലാം മധുരമാണ്, ആ. അതിമധുരമാണ് അതെ, ശരിക്കും. അതെ. അതിലെന്ന് വെച്ചാൽ വിദ്യാസാഗർ സാറ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ടതാണ്. അതേപോലെ ഗിരീഷേട്ടനും ഉണ്ട്. ആ. അപ്പം ഇവർ മൂന്നുപേരും കൂടെ ചേർന്നിട്ട് അതെ, ഒരു സാധനം തരുമുണ്ടല്ലോ. ഭയങ്കരമാണ്. ഞാൻ ആ മധുവർണ്ണ പൂവല്ലേ അതിനകത്തുള്ള അതെ. സാധനങ്ങളില്ലേ, ഓ എത്ര പ്രാവശ്യം കേൾക്കുമെന്നറിയാം. സത്യം. ശരിക്കും മലയാളത്തിന്റെ ഒരു എന്താ പറയാ ഏറ്റവും ബെസ്റ്റ് ക്ലാസിക്സ് ഉം. പാട്ടുകളാണ്. ഏറ്റവും നല്ല ടൈമാണ് ശരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ഇപ്പൊ 90s കിഡ്സ് ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് ആണല്ലോ. 90s കിഡ്സ് 2000 കിഡ്സ് അങ്ങനെയാണല്ലോ പറയുന്നത്. ശരിക്കും 90s കിഡ്സ് ഭയങ്കര ഭാഗ്യവന്മാരാണ്. ഈ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അല്ല ഞങ്ങള് വരെ അങ്ങനെ പറയാം. അതാണ് പ്രശ്നം. ഈ അങ്ങനെ ഞാൻ സമ്മതിച്ചു തരില്ല. പക്ഷെ അതേ പറ്റിയിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാല്ലേ. ലിറിക്സ് എന്ന് വെച്ചാൽ സിനിമ മാറുന്നുണ്ട്. അതെ. അപ്പോൾ നമുക്കിനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് മതി. തിയേറ്ററിൽ ഗുമ്മുണ്ടാക്കുന്ന അതെ. തുടരുന്ന ഒരു പ്രത്യേക ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് പോവാത്ത പാട്ട് അല്ലാത്ത Okay. തുടരുന്ന ഒരു Story തുടർച്ചയാണ് വേണ്ട. സ്റ്റോറി ടെല്ലിംഗ് ആയിട്ടാണ് ഇപ്പൊ അല്ലെങ്കിൽ പൊക്കോണ്ടിരിക്കുന്നത്. മോണ്ടാഷ് ആയിട്ടാണ് ഇപ്പൊ എല്ലാം പോകുന്നത്. ആ. ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഒരു പ്രോപ്പർ ആയിട്ട് ഇപ്പൊ എന്താ പറയുക ഒരു പാട്ട് അതൊരു റീഇൻവെൻഷൻ നടക്കുന്നത് വെച്ചാൽ പാട്ട് പാടി അഭിനയിക്കുന്ന ലിപ്സിംഗ് പാടി അഭിനയിക്കുന്ന ഒരു കാലഘട്ടം ഇപ്പൊ നമ്മൾ ആരും കാണുന്നില്ല. ഇപ്പൊ എനിക്ക് ഒരു 10 വർഷമായിട്ട് നമ്മൾ ലിപ്സിംഗ് പാട്ടുകളൊന്നും ഇപ്പൊ ഈ പറഞ്ഞ പാട്ടുകളെല്ലാം ലിപ്സിംഗ് പാടി അവർ അഭിനയം നമുക്ക് അതിനു വേണ്ടി ഒരു സ്പേസ് ഉണ്ട്. ഇപ്പൊ എല്ലാം സ്റ്റോറി ടെല്ലിംഗ് ഏരിയ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളത് മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പൊ ശരിക്കും ഒരു പർട്ടിക്കുലർ പാട്ടായിട്ട് ഒരു പടത്തില് ഒരു ലിപ്സിംഗ് പാട്ടായിട്ട് നമ്മൾ എനിക്കിപ്പോഴും പഴയ പടങ്ങൾ കാണുമ്പോഴും ഞാൻ എൻജോയ് ചെയ്യുന്ന കുറെ ഏരിയ ആണ് അത്. പക്ഷെ പലർക്കും പല അഭിപ്രായം ഉണ്ടാവാറില്ല. ഞാൻ ചോദിക്കുന്നത് ഒരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. ഒരു മാസ് മീഡിയം സിനിമ എന്റർടൈൻമെന്റ് ആണ്. അത് ഏത് തരത്തിൽ എന്റർടൈൻ ചെയ്യിപ്പിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു പ്രത്യേക രീതിയിലൊരു വിഭാഗം നിൽക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ശബരീഷിന് എതിരഭിപ്രായം ഉണ്ടാവും. എതിരഭിപ്രായം അല്ല. ഇപ്പൊ ചില സ്റ്റോറി ടെല്ലിംഗ് പാട്ടുകളും മൊണ്ടാഷും എനിക്ക് അതും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അപ്പൊ സിനിമയോട് ചേർന്ന് പോണ്. പക്ഷെ ഒരു പ്രോപ്പർ ലിപ്സിംഗ് നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ഒരു അഭിപ്രായമാണ്. കാര്യം നമ്മളിപ്പോ പറഞ്ഞ പഴയ പാട്ട് ഇപ്പൊ എല്ലാവരും പറയും പഴയ പാട്ടുകളിൽ ഭയങ്കര ഭംഗിയാണ്, ആ പാട്ടുകൾ ഏറ്റവും ഇതാണ്, ഈ ഒരു കാലഘട്ടത്തിലെ പാട്ടുകൾ നമുക്ക് ഇപ്പൊ കിട്ടുന്നില്ല എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ റീഇൻവെന്റ് ചെയ്ത് കിട്ടാൻ നമ്മൾ ശ്രമിക്കുന്നില്ല ആരും. ഒരു ഫിലിം മേക്കേഴ്സ് ആണെങ്കിലും കമ്പോസേഴ്സ്. ബിക്കോസ് കമ്പോസേഴ്സിന്റെ അടുത്ത് വരുന്നതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് അവർ പറയണം നമുക്ക് ഇത് ഇങ്ങനെ ഒരു മൊണ്ടാഷ് കട്ടാണ്, ഇത് ഇങ്ങനെ ആയിരിക്കുന്നതായിരിക്കും അവരുടെ അടുത്തും പോകണ്ടാവുക. അവർ പ്രോപ്പർ ഇരുന്ന് ഒരാൾ നായികയോട് പാടുന്ന നമ്മൾ നേരത്തെ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു ശരിക്കും പ്രണയം ഇപ്പൊ കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണല്ലോ എല്ലാ കാര്യങ്ങളും.
ശരിക്കും നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും പ്രണയമായിരിക്കാം, അല്ലെങ്കിൽ പ്രണയ ഗാനങ്ങളായിരിക്കാം, റൊമാൻറ്റിക് സോങ്സ് എന്നൊക്കെ നമ്മളൊരു വിഭാഗം പറയുന്നുണ്ട്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ രേഷണ പറഞ്ഞതാണ്, ജീവിതത്തിൽ നമ്മൾ അത് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനെ ഒരു അപ്പൊ എല്ലാവരും പറയും പിന്നെ നീ ഭയങ്കര ഇപ്പൊ ഞാനിങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയും നീ ഭയങ്കര ഫാന്റസി ലോകത്താണ് എന്ന് പറയും. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. ഇപ്പൊ നല്ല കവിതകൾ, പ്രണയ കവിതകളുണ്ട്, അപ്പൊ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ എന്റർടൈൻമെന്റ് എന്ന രീതിയിൽ കേൾക്കാനോ വായിക്കാനോ, പാട്ടായിട്ട് കേൾക്കാനോ കവിതയായിട്ട് വായിക്കാനോ നമുക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷെ നമ്മൾ ഒരു റിയലിസ്റ്റിക് ലൈഫിൽ വരുമ്പോൾ നമ്മൾ ആരും അങ്ങനെ പാടി നടക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മുടെ കാമുകിയോട് ഇപ്പോഴും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ നമുക്കൊരു അഫയർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമ്മൾ ഫുൾ ടൈം ഒരു പാട്ട് പാടി ലിപ്സിംഗ് പാടി നമ്മൾ നടക്കുന്നില്ല ശരിക്കും. അപ്പൊ അത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണ്. അതിപ്പോ എന്റെ ഫാന്റസി ആയിരിക്കാം, എന്റെ മാത്രം അഭിപ്രായമായിരിക്കാം.